തിരുവർക്കാട്ട് പെരുങ്കളിയാട്ടം സ്വാഗത സംഘം രൂപീകരിച്ചു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. എടഞ്ഞാറ് ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവ സ്വാഗത സംഘം രൂപീകരണ യോഗം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും സ്ഥാനികർ, ആചാരക്കാർ, ഭാരവാഹികൾ, ക്ഷേത്രാംഗങ്ങൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രാർത്ഥനയോടെ ആരംഭിച്ച സ്വാഗത സംഘ രൂപീകരണ യോഗം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണമാണ്. അത് കഴിഞ്ഞ് ദേവപ്രശ്നം, ആ പ്രശ്നത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ അതിന് പ്രാമുഖ്യം കൊടുത്ത് ഓരോന്നായി നടപ്പിലാക്കിയിട്ടാണ് ജനുവരി മാസത്തിൽ പെരുങ്കളിയാട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഈ നാട്ടിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് തറവാടുകളുണ്ട്. ആ തറവാടുകൾക്കൊക്കെ ഇത്തരം ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ, അതുപോലെ തന്നെ ആ തെയ്യങ്ങളിലേക്ക് എല്ലാ ജാതി മതസ്ഥരെയും നമ്മൾ സഹകരിപ്പിക്കുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം 2027 ജനുവരി 10 മുതൽ 13 വരെയാണ് ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. 140 തെയ്യക്കോലങ്ങൾ കളിയാട്ടത്തിന്റെ 4 ദിനങ്ങളിലായി അരങ്ങിലെത്തും. 6 നേരങ്ങളിലായി 4 ലക്ഷം ഭക്തജനങ്ങൾക്ക് ദേവീ പ്രസാദമായ അന്നദാനം നൽകും. വിജയൻ അടുക്കാടൻ സ്വാഗതവും MP ജിൻ MLA അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങിൽ TI മധുസൂദനൻ MLA വിശിഷ്ടാതിഥിയായി. മുത്തത്യൻ ശ്രീധരൻ, മുത്തത്യൻ രമേശൻ, പലേരി മനോജ്, കണ്ണൂത്ത് സുനിൽകുമാർ, സാജു മുത്തത്യൻ, മിയ മീനാക്ഷി എന്നിവർ നൽകിയ ആദ്യ ഫണ്ട് തെക്കടവൻ ജനാർദ്ദനൻ ഏറ്റുവാങ്ങി. സുനിൽകുമാർ മുത്തത്യൻ ബജറ്റ് അവതരിപ്പിച്ചു. പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ഇരിയലത്ത് രാജൻ, ക്ഷേത്രം പ്രസിഡന്റ് സാജു മുത്തത്യൻ, സെക്രട്ടറി ബാലകൃഷ്ണൻ വളപ്പൻ എന്നിവർ സംസാരിച്ചു. റീന A നന്ദിയും പ്രകാശിപ്പിച്ചു. കളിയാട്ട കമ്മിറ്റി ഭാരവാഹികളായി തെക്കടവൻ ജനാർദ്ദനൻ ചെയർമാൻ, വിജയൻ അടുക്കാടൻ ജനറൽ കൺവീനർ, നാരായണൻ അടിച്ചേരി, മുത്തത്യൻ മുരളീധരൻ വർക്കിംഗ് ചെയർമാൻമാർ, സുനിൽകുമാർ മുത്തത്യൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞു. അത് പറ. ഇപ്രാവശ്യം വീട് പണി പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചിനി, പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രയല്ലോ, അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും? പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.